ചിക്കൻ ബിരിയാണി തന്നെ 2 ഐറ്റം ചെയ്യാനില്ലേ? അതേതൊക്കെയാണ്? ചിക്കനില് ബ്രോയിലർ ചിക്കൻ ബിരിയാണി ചെയ്യുന്നുണ്ട്, ലഗോണും ചെയ്യുന്നുണ്ട്. പുറത്തൊക്കെ നല്ല കിട്ടില്ല മഴ കേട്ടാ. ഈ കിട്ടില്ല മഴയിലുണ്ടല്ലോ നമുക്കൊരു ചൂട് ബിരിയാണി അങ്ങോട്ട് കഴിച്ചാല അത് നമ്മുടെ കൊച്ചിക്കാരെ ആരും കേൾക്കാത്ത നല്ല അടിപൊളി ഗ്രാമ്പു ബിരിയാണി. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ കൂടുതലും കാണുന്നത് ബ്രോയിലർ ചിക്കൻ ആണ്. ലഗോൺ എന്ന് പറഞ്ഞാൽ ഈ എഗ് ഫാമിന്ന് വരുന്ന ചിക്കനാണ്, നാടൻ കോഴി ടൈപ്പ്. അത് ശരിക്കും മീറ്റ് കുറവായിരിക്കും. മലബാർ ഏരിയയിലൊക്കെ കുറച്ചുകൂടെ കൂടുതൽ ബിരിയാണിയിലേക്ക് യൂസ് ചെയ്യുന്നൊരു ലഗോൺ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, നോർമൽ ചിക്കൻ ബിരിയാണി, ഈ 3 വെറൈറ്റീസ് ഓഫ് ബിരിയാണീസ് ആണ് ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ബിരിയാണിയുടെ ഒപ്പം കഴിക്കാൻ ചിക്കൻ ഫ്രൈ, കാട ഫ്രൈ, കുഞ്ഞുകോഴി ഫ്രൈ, BDF-ഉം നമുക്ക് ലഭിക്കോട്ടെ. നമ്മൾ നോർമൽ കഴിക്കുന്ന ഒരു ബിരിയാണി പോലെ അല്ല കേട്ടോ. നമ്മൾ ഈ മലപ്പുറം മലബാർ സൈഡിലെ കല്യാണ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു ബിരിയാണി ഇല്ലേ, ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് നമുക്ക് ഇതിന് കിട്ടോട്ടെ. വിറകടുപ്പില് ദം ചെയ്തിട്ടാണ് ഇവരുടെ ബിരിയാണി എല്ലാം മേക്ക് ചെയ്യുന്നത്. ഓവറായിട്ട് ഇവര് മസാലാസ് ഇതിൽ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് അധികം മട്ടിപ്പ് ഫീൽ തോന്നൂലട്ട. നോർമൽ ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ബീഫ് ബിരിയാണിയുടെ ഒപ്പം നിങ്ങൾ ചിക്കൻ ഫ്രൈയും മിൻലൈമും കൂടിയുള്ള ഒരു കോംബോ ഇവിടെ അവൈലബിൾ ആണ്. ബിരിയാണിയുടെ ഒപ്പം ആ വറുത്ത ഐറ്റംസും കൂടി കഴിച്ചപ്പോണ്ടല്ല ഞങ്ങളുടെ കിടിയങ്ങാട് പാറി. എന്റെ ചങ്ങായി വരെ നല്ല ഉഷാർ ഐറ്റം. ബിരിയാണി മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് ഡിഷസും ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങള് ചിക്കൻ ഫ്രൈഡ് റൈസും ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും അടിപൊളി തന്നെയായിരുന്നു. ആ ലൈമും കൂടി കുടിച്ചു കഴിഞ്ഞപ്പോ നമുക്കിനി അപ്പൊ ഒരു കിഡിലെ ആംബിയൻസിൽ ഇരുന്നു നല്ല അടിപൊളി ഗ്രാമ്പൂ ദം ബിരിയാണി കഴിക്കാട്ടോ. അപ്പൊ നമ്മുടെ ഈ സ്പോട്ട് വന്നത് പാലാരിവട്ടം പില്ലർ 532ന്റെ ഓപ്പോസിറ്റ് ഉള്ള മറാക്കിഷ് റെസ്റ്റോ കഫേ.